ഹരി ഓം. 30 ദിവസം നടക്കുന്ന പ്രാണായാമ ധ്യാന പരിശീലനത്തിൻ്റെ ഭാഗമായി കുറച്ച് ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു മെസ്സേജ് നൽകാനാണ്. കാരണം ശാരീരിക വ്യായാമം ഒരു പ്രധാന ഘടകമാണ് എന്ന ഒരു സന്ദേശം നൽകാൻ വേണ്ടി നമ്മൾ ഈ 1 മണിക്കൂറിനുള്ളിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യും. അത് ഏതൊക്കെയാന്നുള്ളത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ഇത് നോക്കി പഠിക്കണം, വീട്ടിലിരുന്ന് പഠിക്കുക. എന്നിട്ട് രാവിലെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ എണ്ണം കൂട്ടി കൂട്ടി ചെയ്യും. നിങ്ങളുടെ ബോഡിക്ക് അത്യാവശ്യം വ്യായാമം കിട്ടും. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങളുടെ ശവാസനം ഒന്ന് ആ നില നോക്കുക. കാല് രണ്ടും മുന്നോട്ട് നീട്ടി വെക്കുക. ഇവിടെ ഡോക്ടർ വത്സൽജി അത് ചെയ്യുന്നുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. 2 കാലും മുന്നോട്ട് നീട്ടി വെച്ച് മെല്ലെ ഒരു വശത്തേക്ക് ചരിയ, ഇടതുവശത്തേക്ക് ചരിഞ്ഞോളൂ. അപ്പൊ ബോഡി വെയിറ്റ് ഹിപ്സിൽ വരും ഇങ്ങനെ ചരിയുമ്പോൾ. അതിനു വേണ്ടി മാത്രമാണ്. എന്നിട്ട് മലർന്ന് കിടക്കുക. കാലുകൾ 2 അടി അകലത്തിൽ വെക്കണം. കൈകൾ 45 ഡിഗ്രി അകലം. കൈകൾ 45 ഡിഗ്രി മലർത്തി, വിരലുകൾ ചുരുണ്ട് കിടക്കണം. അങ്ങനെ ചുരുല എന്ന് പറഞ്ഞാൽ അല്പം ചുരുണ്ട പകുതി. സീലിങ്ങിനെ ഫേസ് ചെയ്യും വിരലുകൾ. കണ്ണടച്ചു വയ്ക്കുക. എന്നിട്ട് ദീർഘമായി വയറിലേക്ക് ശ്വാസം എടുത്തോളാം. നന്നായി വയറുയർത്തി സാവധാനം സുഖകരമായ രീതിയിൽ ദീർഘമായി ഈ 3 വാക്ക് പഠിച്ചു വെക്കുക. ശ്വാസം എടുക്കുമ്പോൾ എപ്പോഴും സാവധാനാകണം, സുഖകരമായിട്ടായിരിക്കണം, ദീർഘമായിട്ടായിരിക്കണം. അങ്ങനെ വയറുയർത്തി ശ്വാസം എടുക്കുക. ഇത് ശ്വാസം കുറച്ചു കൊണ്ടുവരാൻ പറയും. അപ്പൊ നിങ്ങൾ ശ്വാസം കുറച്ചു കൊണ്ടുവരണം. എന്നിട്ട് ശ്വാസത്തെ തന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കുക. ഈ മൂക്കിന്റെ അറ്റത്ത് എന്നിട്ട് നമുക്ക് ഇവിടെ ഈ മൂക്കിന്റെ അറ്റത്തേക്ക് ശ്രദ്ധ കൊടുത്ത് ഇങ്ങനെ കിടക്കുക. ഒരു ശാന്തത വരും. പിന്നെ സമയമുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ വലതുകാല് കാണാൻ പറയും. നിങ്ങൾ കണ്ടോളാം. അയച്ചിടാൻ പറയാം. അപ്പൊ അയച്ചിടുക. സ്വയം നിർദ്ദേശം കൊടുത്തിട്ട് ബോഡി ഇങ്ങനെ അയച്ചിടാൻ സമയം കിട്ടുമെങ്കിൽ നമ്മൾ ചെയ്യും. ഓക്കെ. ഇനി കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ തലയ്ക്ക് പിറകോട്ട് കൊണ്ടുപോയി ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ പുറത്ത് ബാക്കോട്ട്, കാല് മുന്നോട്ട്. ഒരു വശത്തേക്ക് ചരിയ, എഴുന്നേറ്റിരിക്കുക. ഒരു പ്രാർത്ഥന വേണമെങ്കിൽ ആവാം. ഒരു കാര്യം തുടങ്ങുമ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങണമെന്നാണ്. ഒരു ഈശ്വര പ്രാർത്ഥന, നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. നമുക്ക് ഇവിടെ ഒരു പ്രാർത്ഥന ചൊല്ലും. അതിനൊക്കെ ഇപ്പൊ ഇവിടെ സമയം നമ്മൾ 10 മിനിറ്റിൽ ഒതുക്കിയോണ്ട് അത് നിങ്ങൾക്ക് മനസ്സിൽ ചൊല്ലാം. ഇനി മെല്ലെ വീണ്ടും ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക, മലർന്ന് കിടക്കുക. കുറച്ച് ഫിസിക്കൽ എക്സസൈസ് പഠിക്കാനാണ്. കാലുകൾ ചേർത്ത് വയ്ക്കുക. ഒറ്റക്കാല് ഉയർത്തലാണ്. കൈകൾ ശരീരത്തിന്റെ ശേഷം കമഴ്ത്തി വെക്കുക. ഒറ്റക്കാല്. ഇൻഹേൽ വലതുകാല. ഇതിലൊന്നേ ശ്രദ്ധിക്കേണ്ടുള്ളൂ, മുട്ട് മടക്കരുത്. വേറെ ഒരു നിയമമില്ല. എത്ര പൊക്കണമെന്നൊന്നും നിയമമില്ല. അത് ബോഡി കഴിയുന്ന അത്ര പൊക്കിക്കോളാം. എക്സൈൽ ഡൗൺ. ഇൻഹേൽ ഇടതുകാല, എക്സൈൽ ഡൗൺ. ഇൻഹേൽ വലതുകാല, എക്സൈൽ ഡൗൺ. ഇൻഹേൽ ഇടതുകാല, എക്സൈൽ ഡൗൺ. ആദ്യമൊക്കെ നമ്മൾ സ്പീഡ് ചെയ്യും, പിന്നെ ക്രമേണ പതുക്കെ സാവധാനാക്കും. ഈ 2 കാലും കൂടി. ഇൻഹേൽ ബോത്ത് ലെഗ്സ്, 2 കാലും മുട്ട് മടക്കരുത് എന്ന് മാത്രം. എക്സൈൽ ഡൗൺ. ഒരു പ്രാവശ്യം കൂടി. ഇൻഹേൽ ബോത്ത് ലെഗ്സ് അപ്പ്. കണ്ടില്ലേ? എക്സൈൽ ഡൗൺ. ഇനി അടുത്ത വ്യായാമം, കൈ രണ്ടും പിറകോട്ടും മലർത്തിയില്ല. 2 കൈകളും പിറകോട്ടും മലർത്തിയില്ല. എന്നിട്ട് പകുതി എഴുന്നേൽക്കുക. ഇൻഹേൽ അപ്പ്. ശ്വാസം എടുത്തിട്ട് മെല്ലെ പൊങ്ങ. കണ്ടോ? കൈ ഭൂമിക്ക് പാരലായിട്ട് വേണം. അത് കൺട്രോൾ ആവാനായിട്ട്. എക്സൈൽ ഡൗൺ. ഒരിക്കൽ കൂടി. ഇൻഹേൽ അപ്പ്, എക്സൈൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സൈൽ ഡൗൺ. ഇതെല്ലാവർക്കും ഇങ്ങനെ തല പകുതി ഉയർത്താൻ പറ്റില്ല. ചിലർക്ക് തല മാത്രം ഉയർത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരെ അത് ചെയ്താൽ മതി. ഇൻഹേൽ അപ്പ് നോക്കും. ഇങ്ങനെയേ പറ്റുള്ളൂ ചിലർക്ക്. അത് മതി. എക്സൈൽ ഡൗൺ. ഇനി കാൽ രണ്ടും മടക്കി വെക്കുക. കാൽ രണ്ടും മടക്കി നടുയർത്തൽ. ഇൻഹേൽ അപ്പ്. അരക്കെട്ട് ഉയർത്തുക. എക്സൈൽ ഡൗൺ. ഇൻഹേൽ അപ്പ്. അങ്ങനെ ഒന്ന് കുറെ പ്രാക്ടീസ് ചെയ്ത് അവിടെ നിന്ന് ശ്വാസം എടുക്കുക. തുടക്കത്തിൽ നമ്മളിങ്ങനെ ചെയ്യിക്കുള്ളൂ. എക്സൈൽ ഡൗൺ. റിലാക്സ്. വിശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ കാല് ഉയർത്തിയപ്പം ബോഡിയുടെ ലോവർ പാർട്ടിന് വ്യായാമം കൊടുത്തു. ഉടൽ ഉയർത്തിയപ്പോൾ അപ്പർ പാർട്ടിന് വ്യായാമം കൊടുത്തു. നടു ഉയർത്തിയപ്പം മിഡിൽ പാർട്ടിന് വ്യായാമമായി. അത്യാവശ്യം നല്ല വ്യായാമം കിട്ടി. ഇനി നമുക്ക് ബോഡിയെ പിരിക്കുന്ന ഒരു എക്സസൈസ് ചെയ്യുക. ബോഡി ചരിക്കൽ. കാൽ രണ്ടും മടക്കി വെക്കൂ. ചേർത്ത് വെച്ചോളൂ. തല വലത്തോട്ട്, കൈ അകത്തി വെച്ചോളാം. തല വലത്തോട്ട് കൊണ്ടുപോവുക. തല വലത്തോട്ട്. കാൽമുട്ട് രണ്ടും ഇടത്തോട്ട് അങ്ങോട്ട് ചരിച്ചിടുക. ഓക്കെ. നേരെ വരിക. കാരണം കാണുന്നില്ലേ? യെസ്. ഇനി ഇടത്തോട്ട് തല, കാൽമുട്ട് വലത്തോട്ട്. അത് നല്ല പഠിച്ചാൽ സ്പീഡ് ചെയ്യാം. ചെയ്തോളൂ. വലത്തോട്ടും ഇടത്തോട്ടായിട്ട് ഇങ്ങനെ 10, 50, 100 ചെയ്യുക. വയറ് കുറയ്ക്കാൻ നല്ലതാണ്. മൊത്തം ധ്യാനത്തിന് നല്ലതാണ്. നട്ടെല്ലിനെ പിരിക്കലാണ്. യെസ്. റിലാക്സ്.
ഇനി രണ്ടു കാലും അകത്തി വെക്കുക. അകത്തി വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ചേർത്ത് വെച്ചാൽ ചെയ്തത് അകത്തി വെച്ചിട്ട് ഇതേപോലെ തന്നെ തല വലത്തോട്ട് കാലിടത്തോട്ട്. യെസ് ആരോഗ്യ തല ഇടത്തോട്ട് കാല് വലത്തോട്ട്, തല വലത്തോട്ട് കാലിടത്തോട്ട്, തല ഇടത്തോട്ട് കാല് വലത്തോട്ട്. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ പറയാൻ തന്നെ അങ്ങനെ സ്പീഡിൽ കുറെ കഴിഞ്ഞാൽ കുറെ സ്പീഡ് കൂട്ടി ചെയ്യുക. ബോഡിക്ക് എക്സസൈസ് ആണ്. റിലാക്സ്. ഇനി കമഴ്ന്ന് കിടന്നോളൂ. കമഴ്ന്ന് കിടന്നോളൂ. മകരാസനം. തല ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. മകരാസനം. ഒരു കൈപ്പത്തി മറ്റേ കൈപ്പത്തിക്ക് മുകളിലാണ്. കവിള് അതിന്റെ മുകളിൽ. കവിള് എങ്ങനെയാ വെക്കുന്നത്? കാലിന്റെ പെരുവിരൽ ചേർത്ത് ഉപ്പുറ്റി വിടർത്തിയില്ല. നല്ല വയറിലേക്കൊക്കെ ശ്വാസം എടുത്ത് പഠിക്കണം. അങ്ങനെ കിടന്നിട്ട് ആദ്യം ഭുജംഗാസനം എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നിങ്ങളിവിടെ ചെയ്യാൻ പോകുന്ന ഒന്ന് ഭുജംഗാസനം. രണ്ട് കൈയും നിങ്ങളുടെ നെഞ്ചിന്റെ ഇരുവശങ്ങളിൽ ലോവർ റിബിന്റെ ഭാഗത്ത് വെക്കുക. വാരിയലിൽ ഏറ്റവും താഴേക്ക് കൈമുട്ട് ചേർത്ത് വെക്കുക. നെറ്റി തറയിൽ കാല് ഉപ്പുറ്റിയൊക്കെ ചേർത്ത് വെക്കുക. കാലുവരിൽ പിറകോട്ട് നീട്ടിയിടുക. നോക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തലയുയർത്തുക, നെഞ്ചുയർത്തുക. പൊക്കിളിന്റെ മുകളോട്ട് ഉയർത്തിയാൽ മതി. സീലിംഗിലേക്ക് നോക്കുക. ഇതാണ് ഭുജംഗാസനം. എക്സൈൽ ഡൗൺ. വീണ്ടും ഇൻഹേൽ അപ്പ്, എക്സൈൽ ഡൗൺ. റിലാക്സ്. അടുത്ത വ്യായാമത്തിലേക്ക് പോകാൻ നമുക്ക്. അടുത്ത വ്യായാമം ശലഭാസനമാണ്. രണ്ട് കൈകളും മുഷ്ടിയാക്കി തുടകൽക്കടിയിലേക്ക് വെക്കുക. താടി മുന്നോട്ട് നീട്ടി വലിച്ചു വെക്കുക. കാലുകൾ ചേർത്ത് വെക്കുക. ഓക്കെ. രണ്ട് കൈയും മുഷ്ടിയാക്കി തുടകൽക്കടിയിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റക്കാല്. ഇൻഹേൽ വലത് കാല മുട്ടുമടക്കരുത്. കാല് പിറകോട്ട് തള്ളി ഉയർത്തണം. എക്സൈൽ ഡൗൺ. ഇൻഹേൽ ഇടത് കാല, എക്സൈൽ ഡൗൺ. ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇൻഹേൽ വലത് കാല, എക്സൈൽ ഡൗൺ. ഇൻഹേൽ ഇടത് കാല, എക്സൈൽ ഡൗൺ. ഇനി രണ്ട് കാലും കൂടി. ഇൻഹേൽ ബോത്ത് ലെഗ്സ് അപ്പ്, എക്സൈൽ ഡൗൺ. റിലാക്സ്. പൂർണ്ണ ശലഭാസനം. ഇനി നമുക്ക് ഒരൊറ്റ വ്യായാമം കൂടി കമഴ്ന്ന് കടന്നിട്ട് നട്ടലിനെ പുറകോട്ട് വളയ്ക്കുന്നതാണത്. രണ്ട് കൈയും മുന്നോട്ട് നീട്ടിയിടുക. ദോലാസനം. രണ്ട് കൈയും മുന്നോട്ട് നീട്ടിയിട്ട് രണ്ട് ഭാഗം ഉയർത്തുക. ഇൻഹേൽ, കൈകൾ ഉയർത്തുക, കാല് ഉയർത്തുക. ഇൻഹേൽ അപ്പ്, എക്സൈൽ ഡൗൺ. ഒറ്റ പ്രാവശ്യം കൂടി. ഇൻഹേൽ അപ്പ്, എക്സൈൽ ഡൗൺ. ഇത് എണ്ണം കൂട്ടി ചെയ്താൽ മതി. ഇത് രണ്ട് ഭാഗവും പൊക്കാൻ പറ്റാത്തവർ ഞാൻ പറയുമ്പോൾ ഒരു കാലും ഒരു കൈയും പൊക്കുക. വലത് കൈയും വലത് കാലും പൊക്കിക്കൊള്ളുക, അല്ലെങ്കിൽ മാറി ചെയ്യാം. ഇൻഹേൽ അപ്പ്, എക്സൈൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സൈൽ ഡൗൺ. റിലാക്സ്. ഇനി മെല്ലെ ശശാങ്കാസനത്തിലേക്ക് പോകണം. രണ്ട് കൈയും തോളിന്റെ താഴെ വെക്കുക. ഇരുവശങ്ങളിൽ നോക്കുക. ശ്വാസം എടുത്ത് തലയുയർത്തുക, നെഞ്ചുയർത്തുക, അരക്കെട്ട് ഉയർത്തുക, പിറകോട്ടിരിക്കുക. മെല്ലെ നെറ്റി തറയിൽ അമർത്തി കൈ പിറകോട്ട് മലർത്തിയിട്ടിരിക്കുക. ഇതിന് പറയാം ശശാങ്കാസനം എന്നാണ്. യെസ്. മെല്ലെ തലയുയർത്തുക. വജ്രാസനത്തിലേക്ക് വരിക. ആദ്യമൊക്കെ അങ്ങനെ ഇരിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് പ്രയാസമുള്ളവർ കൈ തറയിൽ അമർത്തി വെക്കുക. കാണിച്ചിട്ട് രണ്ട് കൈയും മുട്ടിന് സമീപം കൈമേൽ വെയിറ്റ് കൊടുത്ത് ഇരിക്കുക. തുടക്കത്തിലൊക്കെ കുറെ കഴിഞ്ഞാൽ കൈമേല് കൈയെടുത്ത് കാൽമുട്ടിൽ വെച്ചിരിക്കുക. ഓക്കെ. ഇനി അവസാനമായിട്ട് ഒരു വ്യായാമം കൂടി. നട്ടലിനെ വശങ്ങളിലേക്ക് ചരിക്കുന്നതാണ് വക്രാസനം. രണ്ട് കാലും മുന്നോട്ട് നീട്ടിയിട്ടിരിക്കുക. രണ്ട് കാലും. ഇടത് കാല് മടക്കി വലത് കാൽ മുട്ടിന് സമീപം വെക്കുക. കണ്ടാ? ഇടത് കൈ ബാക്കിൽ സപ്പോർട്ട്. ഏത് കാലം ഉയർത്തിയത്? ഇടത് കാലം. അപ്പൊ ഇടത് കൈ ബാക്കിൽ സപ്പോർട്ട്. വലത് കൈ ഉയർത്തുക. കാൽമുട്ടിനെ ചുറ്റി പിടിക്കുക. കാലിന്റെ പാദോ കാലിന്റെ ഏങ്കിളോ എവിടെ കിട്ടണം എന്നൊരു ബാക്കോട്ട് തിരിയുക. നെഞ്ചു മുന്നോട്ട് തള്ളുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. യെസ്. നേരെ വരിക. ഇതേപോലെ ഓപ്പോസിറ്റും ചെയ്യുക. വലത് കാല് മടക്കി ഇടത് കാൽ മുട്ടിന് സമീപം. വലത് കൈ ബാക്കിൽ സപ്പോർട്ടായി കൊടുക്കുക. ഇടത് കൈ ഈ കാൽമുട്ടിനെ ചുറ്റി പിടിക്കുക. ബാക്കോട്ട് തിരിയുക. യെസ്. റിലീസ്. ഇനി അതിന്റെ ഒരു കൗണ്ടർ പോസ് ചെയ്യുക. സീതാസനം. രണ്ട് കാലും മടക്കി നട്ടലിനോട് ചേർത്ത് അമർത്തുക. ബോഡിയോട് ചേർത്ത് തലയുയർത്തുക. യെസ്. റിലീസ്. റിലാക്സ്. വിശ്രമിക്കുക. ഇത് മതി. ഇത് നമ്മൾ എണ്ണം കൂട്ടി ഒരു മാസം ആകുമ്പോഴേക്ക് നിങ്ങളുടെ ബോഡിക്കുള്ള എക്സസൈസ് അത്യാവശ്യം ഇത് മാത്രം ചെയ്താൽ എണ്ണം കൂട്ടി ചെയ്യുകയും ഒരു വിശ്രമം കിട്ടും. റിലാക്സ്. ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസഗതി ശാന്തം, മനസ്സ് ശാന്തം. സമയമുള്ള ദിവസങ്ങളിൽ ഞാൻ വലതുകാല് കാണാൻ പറയും. നിങ്ങൾ കാണണം. ഞാൻ എൻ്റെ വലതുകാല അയച്ചിടുകയാണെന്ന് പറയുമ്പോൾ സങ്കല്പിക്കണം വലതുകാല അയച്ചിടുകയാണെന്ന്. വലതുകാല അയഞ്ഞു കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയഞ്ഞു കിടക്കുന്നതായി സങ്കല്പിക്കണം. അത് സമയമുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളത് പറയും. കാരണം അത് ധ്യാനത്തിന്റെ ഒരു ഭാഗമാണത്. അത് പ്രത്യാഹാരത്തിൽപ്പെട്ടതാണ്. ഓക്കെ. ഇനി മെല്ലെ എഴുന്നേറ്റിരിക്കുക. കാലുകൾ ചേർത്ത് ബോഡി വേണമെങ്കിൽ നീട്ടി വലിക്കുക. അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് ഇടതുവശത്തേക്ക് ചെരിഞ്ഞോളൂ. ഇടതുവശത്തേക്ക് ചരിയുമ്പോൾ വലത് കൈ തറയിൽ വന്ന് എഴുന്നേൽക്കുക എളുപ്പമാണ്.
യെസ്, പ്രാണായാമം ഒന്ന് പരിചയപ്പെടാം നമുക്ക്. നമ്മളിവിടെ ചെയ്യുന്ന കപാലഭാതി പ്രാണായാമം എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങളൊക്കെ പഠിച്ചവരാണ്, പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണിത്. നട്ടല് നിവർത്തി ഇങ്ങനെ ഇരിക്കുക, കൈകൾ ചിന്മുദ്രയിൽ വെക്കുക. ആദ്യം 2 തവണ ശ്വാസം എടുക്കുക. ഇൻഹേൽ, നോക്കി അറിയാത്തവര് നോക്കി പഠിച്ചോളാം. എക്സേൽ, ഇൻഹേൽ, എക്സേൽ. അങ്ങനെ 2 തവണ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പമ്പിങ് ആണ്. പമ്പിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇൻഹേൽ ആൻഡ് ബിഗിൻ പമ്പിങ് എന്ന് പറഞ്ഞിട്ട് 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്വാസം വിടണം, വയറുള്ളോട്ട് വലിക്കണം. 2 എന്ന് പറയുമ്പോൾ അറിയാതെ ശ്വാസം വയറിലേക്ക് കയറും, വയറ് പുറമേക്ക് തള്ളും ചെയ്യും. ഇൻഹേൽ ആൻഡ് ബിഗിൻ പമ്പിങ്. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1. എക്സേൽ കംപ്ലീറ്റ്ലി. പമ്പിങ് മാത്രമേ പ്രശ്നമുള്ളൂ. അത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ വേണമെങ്കിൽ കൈ ഇവിടെ വെക്കാം. 2 കൈയും വയറിലെടുത്ത് വെക്കും. എന്നിട്ട് ഞാൻ 1 പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ശ്വാസം